നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, വർദ്ധിത വീര്യത്തോടെ 100-ന് മുകളിൽ സീറ്റ് കിട്ടും. വി.ഡി. സതീശൻ പറയുന്നു, വളരെ വലിയ മുന്നേറ്റം UDF കാഴ്ചവെക്കും, 100-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടും. NDA അങ്ങനെ വലിയ അവകാശവാദമൊന്നും നടത്തിയതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഒരു ക്രിട്ടിക്കൽ ഫോഴ്സായിട്ട് മാറും, ഞങ്ങളൊരു നിർണായകമായ ശക്തിയായിട്ട് കേരളത്തിൽ മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയാലും ക്രിട്ടിക്കൽ ഫോഴ്സായി മാറാം. കാരണം മറുവശത്ത് ഒരാൾക്ക് 69-ഉം മറ്റേയാൾക്ക് 71-ഉം 70-ഉം അങ്ങനല്ലേ പറ്റൂ. എന്നിട്ട് ഇടയ്ക്ക് ഒരു സീറ്റ് ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ക്രിട്ടിക്കൽ മാസാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ അങ്ങനൊരു സ്ഥിതി വരുമ്പോൾ ചില ഈർക്കലി പാർട്ടികളുണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്, അവരും ഒരു ക്രിട്ടിക്കൽ മാസമായിട്ട് മാറും. അതായത് ചില പാർട്ടികൾ തന്നെ ക്രിട്ടിക്കൽ മാസം, മുസ്ലിം ലീഗ് ഇപ്പോൾ UDF-ന് ഭൂരിപക്ഷം തികയത്തില്ലെങ്കിൽ ശരി എന്നാൽ അപ്പുറത്തോട്ട് മാറിക്കൊണ്ട് അവരങ്ങാവും. പിന്നെ PDP ഒക്കെ വെൽഫെയർ പാർട്ടിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടും മുസ്ലിം ലീഗിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല? വലിയ സന്തോഷമായിട്ട് വരദാനം പോലെ അവർ സ്വീകരിക്കും, ഇരു കൈകളും നീട്ടി ആശ്ലേഷിക്കും. പണ്ട് KM മാണി പറഞ്ഞത് കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്, എല്ലാവരും അവളെ കാമിക്കും. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരു പരമസുന്ദരിയാണ്, എല്ലാവരും അവളെ കാമിക്കും, ഇഷ്ടപ്പെടും, എൻ്റെ അടുത്ത് വാ, എൻ്റെ കൂടെ വാ എന്ന് പറയും, വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ മുന്നണിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, നേരം അങ്ങ് മാറും. പിന്നെ ചില പ്രവാചകന്മാർ പറയുന്നുണ്ട്, അതിങ്ങനെയാണ് അങ്ങനെയാണ്, അതുകൊണ്ട് വന്ന് നമ്മുടെ എൻ്റെ വോട്ടിംഗ് പാറ്റേണൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് BJPക്ക് ഒരു സാധ്യതയില്ല, ഒരു സീറ്റും കിട്ടുകയില്ല. ഈ പ്രാവശ്യം UDF-ന് ഭരണവിരുദ്ധ വികാര തരംഗത്തിൽ ഇങ്ങനെ ജയിക്കാൻ പറ്റും, അങ്ങനൊരു വിഭാഗം. പിന്നെ ബുദ്ധിജീവികളായിട്ട് ഡോക്ടർ രവിരാമനെ പോലുള്ള ആൾക്കാർ എല്ലാ തരത്തിലും നോക്കുമ്പോൾ അമൂർത്തമായ സത്യങ്ങളുടെ ബലത്തിൽ CPM അധികാരത്തിലേക്ക് വരാൻ ഉള്ള സാധ്യതകളെല്ലാം ഇങ്ങനെ അദ്ദേഹം ഇക്കണോമിക്സിൻ്റെ ഒരു ആംഗിളിൽ കാണുന്നു. നല്ല കാര്യം തന്നെ, ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരെണ്ണത്തിന് വിശ്വസിക്കരുത് കേട്ടോ, ഇതൊന്നും സത്യമാകാൻ പോകുന്നില്ല. സത്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ EVM ബോക്സുകളിലാണ് ഇരിക്കുന്നത്. അത് തുറന്നു കഴിയുമ്പോഴാണ് സത്യം വളരെ വിസ്മയങ്ങളോടുകൂടിയോ അമിട്ടുകളുടെ അകംപൊടിയോടുകൂടിയോ ഒക്കെ തന്നെ പുറത്തു വരിക. ലഡ്ഡു പൊട്ടിക്കുന്ന ആരാണെന്ന് അപ്പോഴേ അറിയൂ. ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കണേ, കാരണം വളരെ ഫോട്ടോ ഫിനിഷിലുള്ള മത്സരങ്ങളാണ് പല സ്ഥലത്തും ഉണ്ടാകുന്നത്. ഈ ഫോട്ടോ ഫിനിഷിലുള്ള മത്സരങ്ങൾ ഉണ്ടാവാനുള്ള കാരണം തീർച്ചയായിട്ടും NDA തന്നെയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്, മറിച്ച് 2 മുന്നണികളിലേക്കാണ്. അതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വോട്ട് ഷെയർ പോകുന്നത് ഒന്ന് NDA മുന്നണി, മറ്റൊന്ന് കോൺഗ്രസ് UDF. രണ്ടും ഒരുപോലെയാണ് പോകുന്നത്. കാര്യം എന്താ? ഈ 2 കൂട്ടരും ഈ ഭരണവിരുദ്ധ തരംഗത്തെ പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അവരുടെ ആ നിലപാടുകളിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് വികസനത്തിൻ്റെ രാഷ്ട്രീയം, അതാണ് BJP പറഞ്ഞത്, അതാണ് NDAയും കൊണ്ടു നടന്നത്, അതാണ് 2020 പാർട്ടിയൊക്കെ അവിടേക്ക് വന്നത്. അവർ പരാജയം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. വികസനത്തിൻ്റെ രാഷ്ട്രീയം ശബരിമലയല്ല. ഒരു പക്ഷേ ഞാൻ പറയുന്നത്, ശബരിമല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജാതിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അവിടുത്തെ കൊള്ള എന്ന് പറയുന്നത് സർവ്വജാതി മതസ്ഥരുടെയും വിഷയമാണ്. അവിടെ കൊള്ള നടന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് അവിടെ പോവാം, മുസ്ലിങ്ങൾക്ക് അവിടെ പോവാം, സർവമത സമ്മതനായിട്ടുള്ള ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ സന്നിധാനമാണ്. അപ്പോൾ സ്റ്റേക്ക് ഈസ് ഫോർ ആൾ പീപ്പിൾ ഇൻ കേരള. ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിട്ട് അത് കണക്കാക്കപ്പെടുകയില്ല. കാരണം അവിടേക്ക് പോകുന്ന ഭക്തന്മാരുടെ പണം കൊണ്ട് ലാഭമുണ്ടാക്കുന്ന എത്രയോ കച്ചവടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്, അവിടേക്ക് നെയ്യ് കൊടുക്കുന്നവരുടെ, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ, ശർക്കര കൊടുക്കുന്നവരുടെ ഒക്കെ തന്നെയുള്ള വലിയ സ്റ്റേക്കുള്ള, അതവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാജനത്തിൻ്റെ സന്നിധാനം കൂടിയാണത്. അവിടെ ഈ മോഷണം നടന്നു. ഇതുവരെ അതിൻ്റെ ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാത്തതുകൊണ്ട്, തൊണ്ടി മുതൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഓരോരുത്തരായി ജാഥയായിട്ട് ജാമ്യത്തിലിറങ്ങിപ്പോകുന്ന കാഴ്ച, അയ്യപ്പന്മാർ പോകുന്നവരെ
ഇരുമുടിക്കെട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാവരും ഓരോരുത്തരായിട്ട് ജാഥയായിട്ട് തിരിച്ചു പോകും. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും കേരളത്തിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ മുതലെടുത്തുകൊണ്ട് ഒരു പ്രക്ഷോഭം, ഈ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് CPM ആയിരുന്നു എങ്കിൽ ചെയ്യുമായിരുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ക്ഷേത്രം, അതിനുവേണ്ടി അവർ നടത്തിയ നീണ്ട പോരാട്ടം, നിയമ പോരാട്ടവും ഉണ്ട്, പ്രക്ഷോഭവും ഉണ്ട്. അതുപോലെയെങ്കിലും ഒന്ന് നടത്തിയിരുന്നു എങ്കിൽ അത് ഫോക്കസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് വരുമായിരുന്നു. അതുണ്ടായിട്ടില്ല. BJP എന്ന് പറഞ്ഞാൽ അയോധ്യ പ്രസ്ഥാനമായിട്ടത് മാറി. എന്തുകൊണ്ട്? കോൺഗ്രസ് അതിനെ എതിർത്തിരുന്നു. അതുകൊണ്ട് BJPക്ക് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി. എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടി. അതിനെ നമ്മൾ വർഗീയമായിട്ട് കാണേണ്ട, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ, ദേശീയതയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഈ വർഗീയത എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള വൃത്തികേട് കൊണ്ടാണ് അയോധ്യ പ്രസ്ഥാനം ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്നത്. വർഗീയത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതില്ലെങ്കിൽ ദേശീയതയുടെ, ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അത് ഒരു ഹിന്ദു ദേവാലയമായിരുന്നു എന്ന് പറഞ്ഞത് KK മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ കേരളീയനായിട്ടുള്ള മുസ്ലിമാണ്. അതിന് സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നത് അൻസാരി എന്ന് പറയുന്ന അവിടെ താമസിക്കുന്ന അയോധ്യയിലെ മുസ്ലിമാണ്. അവരെയൊന്നും വർഗീയത തീണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് അതിനെ കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ശബരിമലയെ ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് കാണാതെ പാർട്ടികൾ ഈ കൊള്ളക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭം നടത്തുന്നതിൽ എന്താണ് അവരെ അമാന്തിപ്പിച്ചത്? എന്തുകൊണ്ടാണത് ശക്തമാവാഞ്ഞത്? അതാക്കിയിരുന്നുവെങ്കിൽ അതൊരു വൈകാരിക വിക്ഷോഭമായിട്ട് തെരഞ്ഞെടുപ്പിൽ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയേനെ. ഞാൻ പറയുന്നത് അങ്ങനെ വേണമെന്നല്ല, പാർട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു. അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല കാര്യം. അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടത്തെ വീണ്ടും അധികാരത്തിലെത്തുന്നതിനേക്കാൾ നല്ല കാര്യം തന്നെയാണ് ശബരിമലയിൽ പോയി അഴിമതി നടത്തി എന്നുള്ളതാണ് ഈ കൊള്ളയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അഴിമതി ദൈവസന്നിധിയിൽ വരെ എത്തി എന്നുള്ളതാണ്. ദൈവം പോലും നിസ്സഹായനായിത്തീരുന്നു ചില ഗവൺമെൻറ്റുകൾ വരുമ്പോൾ എന്നുള്ളതാണ്. അത് ഫോക്കസ് ചെയ്തുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായില്ല. തീർച്ചയായിട്ടും യുവതീ പ്രവേശന കാര്യത്തിൽ അതുണ്ടായി. നാമജപ ഘോഷയാത്രകൾ, പല നദികൾ ഒരുമിച്ച് ചേർന്ന് കടലാകുന്നത് പോലെ പ്രക്ഷോഭമായിട്ട് നമ്മൾ കണ്ടു. ഇതുപോലെയൊന്നും ഈ കാര്യത്തിലുണ്ടായില്ല. ഇപ്പം എന്താ, ആ നാമജപ ഘോഷയാത്രകളുടെ ഫലമായിട്ടും പിന്നീട് തെരഞ്ഞെടുപ്പിൽ കൊടുത്ത തിരിച്ചടിയുടെ ഫലമായിട്ടും ഇപ്പം എന്താ, സുപ്രീം കോടതിയിൽ പോയിട്ട് മലക്കം മറിഞ്ഞു കേരള ഗവൺമെൻറ് തന്നെ. യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന് ഇപ്പം നേരെ കടകം തിരിഞ്ഞു പറഞ്ഞു. കടകംപള്ളി എന്നല്ല പറഞ്ഞ, കടകംപള്ളിക്ക് ഇതിലൊരു സ്ഥാനമുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ജയിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെ അഴികൾക്കുള്ളിൽ അടയ്ക്കണമായിരുന്നു. കാരണം ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രി ഇരിക്കുന്നത്? ശമ്പളം വാങ്ങിക്കാനും മറ്റുമാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വികസനത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഏരിയകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് സ്വയം ഭരണവിരുദ്ധ വികാരം എന്നുള്ളതുമായി ഇത്രയും നാൾ ഭരിച്ചു മുടിച്ച ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ദേഷ്യം പണ്ടാരടങ്ങാൻ ഇത് പോയാൽ മതി എന്നുള്ള ദേഷ്യം UDFന് മാത്രം അട്ടിപ്പേറായിട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഈ പ്രവാചകന്മാരെ ഒന്നും വെച്ചിട്ട് നമുക്ക് എപ്പോൾ ഒന്ന് കാത്തിരിക്കാം. മെയ് 4-ന് അന്ന് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയൂ. എന്തായാലും അത് വിസ്മയങ്ങളുടെ ഒരു വലിയ വിളംബരമായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതുക. ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.